എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ആത്മീയ യാത്രയാണ്. ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും പുരാതനവും വിശ്വാസത്തിൻ്റെ വലിയ കേന്ദ്രങ്ങളൊന്നുമായ നമ്മുടെ കുറവലങ്ങാടുള്ള സെൻറ് മേരീസ് ഫൊറോന പള്ളിയിലാണ്. അല്ലെങ്കിൽ എല്ലാവരും സ്നേഹത്തോട് വിളിക്കുന്ന നമ്മുടെ കുറവലങ്ങാട് മുത്തിയമ്മയുടെ പള്ളിയിലേക്കാണ്. ഈ പള്ളിയുടെ മുൻവശത്ത് നിൽക്കുമ്പോൾ തന്നെ ഒരു ആത്മീയമായ സമാധാനം നമ്മുടെ മനസ്സിൽ വരും. നൂറ്റാണ്ടുകളുടെ വിശ്വാസവും പ്രാർത്ഥനയും സാക്ഷ്യപ്പെടുത്തുന്ന ഒരു മനോഹരമായ കേരളത്തിലെ തന്നെ പുരാതന ക്രിസ്ത്യൻ പാരമ്പര്യത്തിൻ്റെ ഒരു അമൂല്യമായ അടയാളമാണ് നമ്മുടെ കുറവലങ്ങാട് പള്ളി. ശരിക്കും വിശ്വാസം പറയുന്നതനുസരിച്ച് പാരമ്പര്യപ്രകാരം നമ്മുടെ മാർത്തോമാ ശ്ലീഹ കേരളത്തിൽ സ്ഥാപിച്ച ആദ്യകാല ക്രിസ്ത്യൻ സമൂഹങ്ങളുമായി, പ്രത്യേകിച്ച് പകലോമറ്റം കുടുംബവുമായൊക്കെ ഈ കുറവലങ്ങാട് ദേശത്തിന്, ഈ പള്ളിക്ക് ഒരു ബന്ധമുണ്ട്. നിങ്ങൾ ഈ വിളക്ക് കണ്ടോ? ഇത് ഈ പള്ളിയുടെ ഒരു പ്രത്യേകതയാണ്. ഇവിടെ കാണുന്ന ഈ വലിയ തിരിയിൽ വിശ്വാസികൾ എണ്ണയൊഴിക്കുന്നത് ഈ പള്ളിയുടെ ഒരു വലിയ ഭക്തി പാരമ്പര്യമാണ്. ഈ കുരിശിലൂടെ ഒഴുകുന്ന എണ്ണയിലൂടെ അനേകരുടെ പ്രാർത്ഥനയും കണ്ണുനീരും അവരുടെ ജീവിതത്തിൻ്റെ പ്രതീക്ഷയും ഹൃദയത്തിൻ്റെ വിശ്വാസവും നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ഇവിടെ വിശ്വസിക്കുന്ന പാരമ്പര്യം അനുസരിച്ച് നമ്മൾ ഓരോ കപ്പിലൂടെയും എണ്ണകൾ ഒഴിക്കുമ്പോൾ നമ്മളുടെ പ്രാർത്ഥനകളും നമ്മുടെ ആവശ്യങ്ങളും മുത്തിയമ്മയുടെ സന്നിധിയിൽ നമ്മൾ പകരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം എത്ര ആയിരങ്ങളാണെന്നറിയാമോ ഈ കുരിശുള്ള ഈ തിരുമേൽ ഒഴിച്ച് അവരുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നത്. നമുക്ക് ദേവാലയത്തിനകത്തേക്കൊന്ന് നോക്കാം. ഇതാണ് കുറവലങ്ങാട് മുത്തിയമ്മയുടെ തിരുസന്നിധി. ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന മാതാവിൻ്റെ ഈ പ്രത്യേകമായ രൂപം, ഇത് കുറവലങ്ങാട് പള്ളിയുടെ മാത്രം പ്രത്യേകതയാണ്. ഇതാണ് കുറവലങ്ങാട് മുത്തിയമ്മയുടെ രൂപം. പരിശുദ്ധ മാതാവിൻ്റെ ഈ വിശുദ്ധമായ രൂപം അനേകരുടെ ആത്മീയമായൊരു ആശ്രയമാണ്. ദുഃഖത്തിലും പ്രതിസന്ധികളിലും ഇങ്ങനെ കൈകൂപ്പി മാതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അനേകർക്കാണ് ഇവിടെ നിന്ന് അനുഭവങ്ങളും സാക്ഷ്യങ്ങളും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ കുറവലങ്ങാട് ദേവാലയത്തെ മുത്തിയമ്മയുടെ കരുണയുടെ ഭവനമെന്ന പേരിൽ പ്രശസ്തമായിട്ട് ലോകം അറിയുന്നത്. നിങ്ങൾ ആ മുറി കണ്ടോ? അതാണ് പ്രസിദ്ധമായ കുറവലങ്ങാട് പള്ളിയിലെ കപ്പൽ സ്ഥാപിച്ചിട്ടുള്ള മുറി. കപ്പലോട്ടം കുറവലങ്ങാട് പള്ളിയുടെ ഏറ്റവും പ്രശസ്തമായ ആഘോഷങ്ങൾ ഒന്നാണ്. ഓരോ വർഷവും പ്രത്യേകിച്ച് 3 നോമ്പിനോടനുബന്ധിച്ച് കുറവലങ്ങാടിൻ്റെ ഉത്സവമായ കുറവലങ്ങാട് പെരുന്നാളിനോട് ബന്ധപ്പെട്ട് വിശ്വാസികൾ ഭക്തിയോടെ ഈ മനോഹരമായ കപ്പൽ രൂപത്തിലുള്ള ഈ വാഹനം മാതാവിൻ്റെ പ്രതിമയോട് ചേർത്ത് അലങ്കരിച്ച് വെച്ച് പ്രദക്ഷിണമായി ഈ നാട് മുഴുവനും ചുറ്റിക്കൊണ്ടുപോകും. ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളാണ് ഈ പ്രദക്ഷിണത്തിൽ ആ ദിവസങ്ങളിൽ പങ്കെടുക്കുന്നത്. പ്രാർത്ഥനകൾ നിറഞ്ഞ വലിയ ഒരു അന്തരീക്ഷത്തിലൂടെ ഈ മാളികയിൽ നിന്ന് കപ്പലെടുത്തുകൊണ്ട് നഗരം ചുറ്റി പ്രദക്ഷിണം നടത്തുന്നു. അത് ദേശത്തിന് ഒരനുഗ്രഹമായിട്ടാണ് ഇവർ കാണുന്നത്. ഇനി നമ്മളാരും കണ്ടിട്ടില്ലാത്ത വലിയൊരു കാഴ്ചയുണ്ട്. ഈ കാണുന്ന വലിയ മണിമാളിക ഏകദേശം 125-130 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ നിന്നല്ല, അങ്ങ് പുറത്തുനിന്ന് ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. കിലോ കണക്കിന്, ആയിരക്കണക്കിന് ഭാരമുള്ള ഈ മണി അക്കാലത്ത് 30,000 രൂപ വില കൊടുത്താണ് പള്ളിയിൽ ഈ മണി കപ്പൽ മാർഗം കൊണ്ടുവന്നത്. സപ്ത സ്വരങ്ങളുടെ രൂപത്തിൽ നാദം പുറപ്പെടുവിക്കുന്ന അത്ഭുതകരമായ 3 വലിയ ചെറിയ മണികൾ ഈ മണിഗോപുരത്തിനകത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ മറ്റൊരു ദേവാലയത്തിലും കാണാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു കാഴ്ച ഇവിടെ തന്നെ വന്ന് കാണുന്നത് നമ്മുടെ മനസ്സിന് നൽകുന്ന
ഒരു വലിയ സന്തോഷമുണ്ട്. ഈ ദേവാലയത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ, ദേ ഈ കാണുന്ന ഈ കൊച്ചു കിണറും ഈ സ്ഥലവുമാണ്. ലോകത്തിൽ പല ഭാഗങ്ങളിലും പരിശുദ്ധ മാതാവ് പ്രത്യക്ഷപ്പെട്ടതായി നിങ്ങൾക്കറിയാമല്ലോ. വേളാങ്കണ്ണിയിലും ലൂർദിലും ഒക്കെ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലങ്ങളായി ലോകം കാണുന്നുണ്ട്. എന്നാൽ നമുക്കാർക്കും അറിയാത്ത ഒരു വലിയ കാര്യമുണ്ട്. ലോകത്തിലെ തന്നെ മാതാവിൻ്റെ ആദ്യത്തെ പ്രത്യക്ഷീകരണം നടന്ന സ്ഥലം കുറവലങ്ങാടാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഈ കുറവലങ്ങാട് ദേശത്ത് ഈ സ്ഥലത്ത് ഉണ്ടായിരുന്ന കുറച്ച് ബാലന്മാരുടെ അടുക്കൽ മാതാവ് ലോകത്തിലാദ്യമായി പ്രത്യക്ഷപ്പെടുകയും നമ്മൾ ഈ കാണുന്ന ഈ ചെറിയ കിണറിൻ്റെ സ്ഥലത്ത് നിന്ന് അവർക്ക് കുടിക്കാനായി വെള്ളം മാതാവ് നൽകുകയും ചെയ്തു എന്നാണ് ചരിത്രം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നും ഈ കിണറും ഈ സ്ഥലവും വളരെ വിശുദ്ധമായിട്ട് ആളുകൾ കാണുകയും ഈ അത്ഭുത കിണറ്റിൽ നിന്ന് മാതാവ് കൊടുത്ത ഈ ജലത്തിൽ നിന്ന് ഇപ്പോഴും അനേകർ സൗഖ്യത്തിനും ആശ്വാസത്തിനുമായി വെള്ളം കുടിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രിയരെ, നമുക്ക് അവസാനിപ്പിച്ചാലോ? വിശ്വാസവും പ്രാർത്ഥനയും അത്ഭുത അനുഭവങ്ങളും ചേർന്ന ആത്മീയമായ ഒരു കേന്ദ്രമാണ് നമ്മുടെ കുറവലങ്ങാട് മുത്തിയമ്മയുടെ പള്ളി. നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ നിശ്ചയമായി ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ ദേവാലയത്തിൽ വരണം. നമ്മുടെ കോട്ടയത്ത് നിന്ന് മൂവാറ്റുപുഴ പോകുന്ന വഴിക്ക് കുറവലങ്ങാട് എന്ന് പറയുന്ന മനോഹരമായ സ്ഥലത്താണ് ഈ ദേവാലയമുള്ളത്. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ഈ കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നത് വരെ നിങ്ങൾക്ക് നമസ്കാരം.